ഇടതുപക്ഷത്തിന്റെ തിരുത്തൽ ചിന്തകളും കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ ദിശയും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചാരണ മുദ്രാവാക്യം വിപരീത ഫലമുണ്ടാക്കി. ഭരണവികസനം കൊണ്ട് ജനവിധി അനുകൂലമാക്കാം എന്ന ധാരണ തെറ്റിപ്പോയെന്നും മുൻ മന്ത്രി പി രാജീവ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചാരണ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്നും ഭരണവികസനം കൊണ്ട് മാത്രം ജനവിധി അനുകൂലമാക്കാം എന്ന ധാരണ തെറ്റിപ്പോയെന്നുമുള്ള മുൻ മന്ത്രി പി രാജീവിന്റെ തുറന്നുപറച്ചിൽ ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. EMSന്റെ ലോകം എന്ന ദേശീയ സെമിനാറിൽ അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായമല്ല, മറിച്ച് കനത്ത തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കു ശേഷം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ആത്മപരിശോധനയുടെയും തിരുത്തൽ ചിന്തകളുടെയും പ്രതിഫലനമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം നേരിട്ട തിരിച്ചടികൾ കൃത്യമായി വിലയിരുത്തുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നാണ് രാജീവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യം വോട്ടർമാരിൽ ഒരുതരം അഹങ്കാരമായോ ജനാധിപത്യ ബദലുകളെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടായോ വ്യാഖ്യാനിക്കപ്പെട്ടു. കമ്പ്യൂട്ടറിലെ അൺഡു ഓപ്ഷൻ പോലെ രാഷ്ട്രീയത്തിലെ തെറ്റുകൾ അത്ര പെട്ടെന്ന് തിരുത്താനാകില്ലെന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും പാർട്ടി തിരിച്ചറിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ അസംതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചറിയാൻ അമിത ആത്മവിശ്വാസം തടസ്സമായി നിന്നു. കേരളത്തിലെ സമീപകാല ഇടതുപക്ഷ നിലപാടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിലെ സർക്കാർ സമീപനം. ഈ വിഷയത്തിൽ പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങൾ നോക്കാതെ മുൻ സർക്കാർ ഉടനടി നടപടികൾ സ്വീകരിക്കണമായിരുന്നു എന്ന വിലയിരുത്തൽ വൈകിയെത്തിയ വിവേകമാണ്. വിശ്വാസ സമൂഹത്തെയും ജനകീയ വികാരങ്ങളെയും വൈകാരികമായി സമീപിക്കുന്നതിനു പകരം കടുംപിടുത്തം തുടർന്നത് പരമ്പരാഗത വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റാൻ കാരണമായി. നടപടികൾ എടുക്കുന്നതിലുണ്ടായ കാലതാമസവും ജനകീയ വിഷയങ്ങളിലെ വിമുഖതയും പരാജയത്തിന്റെ ആക്കം കൂട്ടി. ഭരണകാലത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രം വോട്ടുകളായി മാറുമെന്ന ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത ധാരണയ്ക്കേറ്റ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങളോടുള്ള ഭരണവർഗത്തിന്റെ പെരുമാറ്റവും ജനാധിപത്യപരമായ വിനയവും തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് വോട്ടർമാർ തെളിയിച്ചു. കോർപ്പറേറ്റ് ശൈലിയിലുള്ള വികസന കാഴ്ചപ്പാടുകളും ജനകീയ ആവശ്യങ്ങളും തമ്മിലുള്ള അകലം ഇടതുപക്ഷം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നവോത്ഥാന ജനാധിപത്യ വികസന മാതൃകയെക്കുറിച്ച് പി രാജീവ് ഓർമ്മിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. പി രാജീവിന്റെ വെളിപ്പെടുത്തലുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു സുപ്രധാന തിരുത്തൽ രേഖയായി മാറേണ്ടതുണ്ട്. അമിത ആത്മവിശ്വാസം കൈവിടിഞ്ഞ് ജനവികാരങ്ങളെ മാനിച്ചും തെറ്റുകൾ പരസ്യമായി സമ്മതിച്ചും മാത്രമേ ഇടതുപക്ഷത്തിന് കേരള മണ്ണിൽ തങ്ങളുടെ സ്വാധീനം തിരിച്ചുപിടിക്കാനാകൂ. കമ്പ്യൂട്ടറിലെ അൺഡു പോലെ എളുപ്പമല്ലെങ്കിലും ആത്മാർത്ഥമായ തിരുത്തലുകളിലൂടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ ഇടതുപക്ഷത്തിന് തങ്ങളുടെ നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കാൻ സാധിക്കൂ എന്ന് ഈ സമീപകാല സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു.